അസ്സലാമലൈക്കും മാം. വാലൈക്കും അസ്സലാം മോളെ. കുറെ നേരമായി വിളിക്കൽ തുടങ്ങിയിട്ട്. എന്താ മോളെ നീ കരയുന്നത്? ഞാൻ എന്താ കരയണെന്ന് നമ്മൾ ചോദിക്കണം. എത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഉമ്മ അവിടെ സഹിച്ച് ജീവിക്കുന്നത്. അതൊക്കെ തന്നെയല്ലേ മോളെ തൊട്ടേനും ജീവിതം. പിടിച്ചതിനൊക്കെ കുറ്റം. എന്നും ഓരോ പ്രശ്നങ്ങൾ. ഞാൻ എന്ത് ചെയ്താലും കുറ്റം. മോളത് കണ്ടില്ല കേട്ടില്ല ഇപ്പം നോക്കിയാൽ നമ്മളെ വീട്ടുകാരെ പറ്റിയിട്ടും നമ്മളെ പറ്റിയിട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തരം താഴ്ത്തിയ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയെന്ന് വെച്ചാൽ ഞാൻ ഇന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എൻ്റെ ആങ്ങളമാരെ പറ്റിയിട്ടും ഉമ്മാനെ പറ്റിയിട്ടും പറഞ്ഞാൽ ഞാനങ്ങനെ സഹിക്കുക. അപ്പം ഞാൻ എന്തേലും തിരിച്ചങ്ങോട്ട് പറഞ്ഞു പോകും. അപ്പോൾ ഇവർ പറയണത് ഞാൻ തറുതല പറയാണ്, വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതാണെന്നൊക്കെ പറയണം. ഞാൻ എന്താ ചെയ്യും? ഉമ്മനെ പറയും. പറയണത് ശരിയാ, സഹിക്കണേനൊക്കെ ഒരു പരിധി ഉണ്ട്. ഉമ്മ പറഞ്ഞ കേട്ടിട്ടല്ലോ ഉമ്മ ഞാൻ അത്രയും കാലം ഇവിടെ പിടിച്ചിരുന്നത്. ഇനിയും എന്നെ ഉമ്മ അങ്ങനെ സഹിക്കാൻ വേണ്ടി പറയല്ലേ. സഹിച്ചിട്ട് എൻ്റെ നെഞ്ഞ് പൊട്ടുക. ഞാൻ ആരോടാ പറയാ? എൻ്റെ ഉമ്മാനോടല്ലാതെ. ഉമ്മനൊന്ന് പറയതിനുള്ള മറുപടി ഞാൻ കട്ടാക്കുക. ഇതുപോലെ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുക. 2 ദിവസം കരയണോ അല്ല ജീവിതകാലം ഫുള്ള് കരയണോ?